ഹോസ് പൊട്ടിയാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഇൻസുലേഷൻ ടേപ്പോ കാര്യങ്ങളൊക്കെ അടിച്ചാൽ പോലും നമുക്ക് അതുവഴി ലീക്കായി പോകുന്നത് കണ്ടിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സെക്ഷൻ ഹോസുകൾ പൊട്ടിയുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെടുത്ത് പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഹൈ ബോണ്ട് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഈ ഹൈ ബോണ്ടിൻ്റെ പശ തേച്ചിട്ട് വേണം നമുക്ക് ആ ഹോസ് കയറ്റിയിടാൻ. അതേപോലെ തന്നെ നമ്മൾ ഒരു പീസ് നമ്മൾ ഇതുപോലെ കയറ്റിയിട്ടതാണ്. ഈ പൈപ്പിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഹൈ ബോണ്ടിൻ്റെ പശ നല്ലവണ്ണം തേച്ച് സെറ്റ് ചെയ്തിട്ട് ഈ പൈപ്പ് ചൂടാക്കി വേണം നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാൻ. ഇപ്പോൾ നമ്മൾ പശ തേച്ച് വെച്ചേക്കുവാണ്, നല്ല രീതിയിൽ തന്നെ പശ തേച്ച് വെച്ചേക്കുവാണ്. എന്നിട്ട് ഇച്ചിരി പേപ്പർ കഷ്ണം എടുത്ത് ഇതേപോലെ ഈ ഓസൊന്ന് ചൂടാക്കുകയാണ്. പല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചൂടാക്കുന്നത്. നല്ല ക്വാളിറ്റി ഓസാണെന്നുണ്ടെങ്കിൽ പശ എടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് തേച്ചിട്ട് ഇത് തീ കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിരുന്ന് കത്തിക്കോളൂ, കത്തി നേരെ കയറിപ്പോവും. പക്ഷേ ഇത് ഇച്ചിരി ക്വാളിറ്റി കുറവുള്ളതായതുകൊണ്ടാണ് നമ്മളങ്ങനെ പശ തേക്കാതെ നമ്മൾ ഇതുപോലെ പേപ്പറിൻ്റെ അകത്ത് ഇങ്ങനെ തീ കത്തിച്ചിട്ട് ഇതേപോലെ ഒന്ന് കറക്കി ഒന്ന് ചൂടാക്കുന്നത്. ഇടയ്ക്കൊന്ന് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പിടിച്ച് നോക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം അത് ചൂടായി എന്നുള്ളത്. അതിനുശേഷം വേണം നമുക്ക് ഈ പൈപ്പിൻ്റെ അകത്തോട്ട് കയറ്റാൻ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് ഹോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കണക്ടറോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ പോലും ഊരിപ്പോകത്തില്ല, 100% ഉറപ്പാണ്. പക്ഷേ ഒരു മെയിൻ കാര്യം നമ്മൾ ഇതേപോലെ പശ തേച്ച്, അതായത് ഹൈബോണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും PVC സോൾവെൻറ്റ് തേച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഹോസ് കയറ്റിയിടാൻ. എന്നിട്ട് ഇതേപോലെ കൈ കൊണ്ടൊന്ന് പിടിച്ച് ചൂട് കാണും, പെതുക്കെ ചെയ്യണം, കൈ പൊള്ളാൻ ചാൻസ് കൂടുതലാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ കേട്ടിട്ട് കറക്റ്റായിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പശയും കൂടെ ആവുമ്പോൾ ഈ പൈപ്പിൻ്റെ അകത്ത് പെട്ടെന്ന് കയറി സെറ്റാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കി നമ്മൾ ഇതേപോലെ നമ്മൾ കയറ്റുന്നത്. എന്നിട്ട് ഇതേപോലുള്ള 1 ഇഞ്ചിൻ്റെ ഹോസ് കൊണ്ട് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ടൈറ്റായിട്ട് ഇരിക്കാനും ചാൻസ് എന്നല്ല, ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പ് യൂസ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പിൻ്റെ ആവശ്യകതയില്ല. നമുക്ക് ഒന്നും കൂടെ സേഫ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പ് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഇവിടെ 2 ക്ലിപ്പുകൾ കിടന്നുകൊണ്ടാണ് നമ്മൾ തിരിച്ചും മറിച്ചും ആ ക്ലിപ്പുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിപ്പില്ലെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ തന്നെ സെറ്റായി കിടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. നമ്മുടെ കടകളിൽ ഇത് സാധാരണ കിട്ടുന്നതാണ്. ഹോസ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടും. ഇതും കൂടെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിൻ്റെ ആ പശയും കൂടെ കയറി ആ ഭാഗം നല്ല രീതിയിൽ തന്നെ ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോസ് ക്ലിപ്പ് യൂസ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, വേണ്ട എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. കാരണം ആവശ്യകതയില്ല എങ്കിൽ പോലും നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസ് ആയതുകൊണ്ടാണ് നമ്മൾ ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചും എടുത്തുകൊണ്ടൊക്കെ പോകുന്നത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ കിഴുത്ത വീഴുന്നത്. അത് ഹോസുകൾ കിഴുത്ത വീഴാനുള്ള കാരണമൊക്കെ ഇതാണ്. അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ